ഹായ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് ഇത് ദച്ചുവിന്റെ തൂത്തി പൊട്ടിക്കലാണ്. മറ്റന്നാള് ദച്ചുവിന്റെ പിറന്നാളാണ്, 4ാം പിറന്നാളാണ്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ വർഷം അവർക്ക് ഇങ്ങനെ തൂത്തി വാങ്ങിക്കൊടുത്തിരുന്നു. അപ്പൊ അവള് കുഞ്ഞനല്ലേ, അപ്പൊ ഞാള് അവളെ കൊണ്ട് നിർബന്ധിച്ചിട്ട് അതിൽ പൈസ ഇടിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവക്ക് തന്നെ ആഗ്രഹം തോന്നി, അവള് തന്നെ ഇടാൻ തുടങ്ങി. എന്താന്ന് വെച്ചാല് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ അവക്ക് ബർത്ത്ഡേക്ക് ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുക ചെയ്യാം. ഡ്രസ്സോ കളിപ്പാട്ടോ അങ്ങനെ എന്തെങ്കിലുമാണ് വാങ്ങിക്കൊടുക്കുക. അപ്പൊ ഓക്കെ തന്നെ അറിയാം, ആ പൈസ തീർത്ത് ഓക്കെ തന്നെ ഉള്ളതാണ്. അപ്പൊ ഡ്രസ്സ് അവള് എന്നോടും അമ്മേനോടും ഇവിടെ അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് പൈസ അതിൽ ഇടാറുണ്ട്. ശരിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കുട്ടികൾക്ക് കളിയിലൂടെ തന്നെ സമ്പാദ്യശീലം വളർത്തുന്ന ഒരു രീതിയാണ് ഇത്. അപ്പൊ ആദ്യമല്ലോ ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനെ പൈസ ഇടുന്നൊന്നും. പിന്നെ ഞാളിങ്ങനെ കൊടുത്ത് പിന്നെ അവൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കും. ദിവസം നമ്മള് മറന്നുപോയാലും ഓക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അച്ഛാ എനിക്ക് ഇതിൽ പൈസ ഇടണം പറ്റി ഓള് വന്ന് ചോദിക്കുകയാണ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ രീതി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഞങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് ഒരു തൂത്തി വാങ്ങിക്കൊടുത്തിരുന്നു. അത് കുറച്ച് പൈസ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 100-150 അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇപ്രാവശ്യം ഓള് ദിവസം ഇടുന്നോണ്ട് തന്നെ ഏകദേശം തൂത്തി നിറയാനായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പൊളിച്ചേക്കാൻ എത്ര പൈസ ഉള്ളതെന്നൊക്കെ. ഇതിൽ നിന്ന് കിട്ടുന്ന എത്ര ചെറിയ പൈസയായാലും വലിയ പൈസയായാലും എല്ലാം ഇവക്ക് വേണ്ടിയിട്ടാണ് ചെലവാക്കുന്നത്. ഇവിടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാൻ തന്നെയാണ് ചെലവാക്കാറ്. അപ്പൊ നല്ലൊരു കാര്യമാണ് ഇത്. കുട്ടികൾക്ക് കളിയോടൊപ്പം തന്നെ സമ്പാദ്യശീലം വളർത്താനുള്ള വളരെ നല്ലൊരു മാർഗമാണിത്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കുട്ടികളൊക്കെ 1-2 ഉറുപ്പ്യൊക്കെ കിട്ടിയാൽ അവര് മുട്ടായി വാങ്ങി തിന്നാറാണ് പതിവ്. അത് മാറ്റിയിട്ട് ഇങ്ങനെ ഓരോ തൂത്തി വാങ്ങി കൊടുത്താല് ആ പൈസ എല്ലാം കുട്ടികൾ എന്താക്കും അതിൽ കൊണ്ടുപോയിടും. എന്നിട്ട് ഓലൊരു ബർത്ത്ഡേയോ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോ പൊളിച്ചിട്ട് ഓലിക്ക് ഗിഫ്റ്റ് വാങ്ങാനുള്ള പൈസ ഓൽക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോ അധികം പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഇതിൽ എത്ര പൈസ ഉള്ളതെന്ന് തൂത്തി പൊളിച്ച് നോക്കാം. പൊട്ടിച്ചിട്ട് നോക്കി കിട്ടുന്ന പൈസ കൊണ്ട് കുഞ്ഞൊരു ഗിഫ്റ്റ് വാങ്ങിത്തരൂ. വേറെ പുതിയ തൂത്തി വാങ്ങിത്തരുക. അതിലും ഇങ്ങനെ പൈസ ഇടണേ. എന്നാ നമുക്ക് പൊട്ടിച്ചു നോക്കാം. അപ്പൊ ഇതാ ദച്ചുവിന്റെ സമ്പാദ്യപ്പെട്ടി നമ്മള് തുറന്ന് അത്യാവശ്യം അവള് എല്ലാ ദിവസവും ഇങ്ങനെ ശേഖരിച്ച പൈസ ഇതാ നല്ലൊരു എമൗണ്ട് തന്നെ ഉണ്ട്. അപ്പൊ ദച്ചുവിന്റെ പിറന്നാളാണ് മറ്റന്നാൾ. അപ്പൊ എല്ലാവരും ദച്ചുവിനെ അനുഗ്രഹിക്കണം, ദച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാരും ഒക്കെ ബർത്ത്ഡേ വിഷ് പറയണേ. അപ്പൊ നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര ഉണ്ട് എന്നുള്ളത്. കുറച്ച് പാടാണ്, എന്നാലും കുഴപ്പമില്ല. നമുക്കൊന്ന് എണ്ണി നോക്കാം. പിന്നെ അവക്ക് ഞങ്ങള് ചില്ലറ തന്നെയാണ് കൊടുക്കല്. ഇത് നോട്ട് എന്താന്ന് വെച്ചാല് ഒക്കെ കൈനീട്ടൊക്കെ കിട്ടിയ പൈസയാണ്. ഓണോ വിഷു ഒക്കെ ഓരോരുത്തർ കൈനീട്ടൊക്കെ കൊടുക്കും. ആ പൈസയാണ് ഈ നോട്ടല്ലോ. പിന്നെ ഓക്ക് എത്തുന്ന സ്ഥലത്ത് തന്നെ ഞങ്ങള് തൂത്തി വെച്ചിട്ടുള്ള. അപ്പൊ ഓക്ക് എപ്പം വേണമെങ്കിലും പൈസ ഇടാൻ പറ്റും. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം എത്ര ഉണ്ട് എന്ന്. അപ്പൊ ഇത് കണ്ടിട്ട് എന്തായാലും ദച്ചുവിന് ഒരു ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ ഉണ്ടെന്നാ തോന്നുന്നേ. അപ്പൊ നമുക്ക് ഓളെ ബർത്ത്ഡേ എല്ലായാല് ഒരു ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ ഓള് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് വേറെ നോക്കണ്ട കാര്യമില്ല. അപ്പൊ ഇതാ കുറെ സമയത്തെ പരിശ്രമത്തിനൊടുവില് ഞാളിതാ ചില്ലറൊക്കെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. 5-ൻ്റെത്, 10-ൻ്റെത്, 20-ൻ്റെത്, 2 രൂപ, പിന്നെ നോട്ടുകള് 1 രൂപ, ഇതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഞങ്ങൾ എണ്ണിട്ടുണ്ട് 2500-3000 റേഞ്ചിലാണ് ഉള്ളത്. അപ്പൊ ആ പൈസക്ക് ദച്ചുവിന് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സോ കേക്കൊക്കെ വാങ്ങുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ എല്ലാവരും നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഓരോ തൂത്തിയൊക്കെ വാങ്ങിക്കൊടുത്താല് അവർക്ക് വേണ്ട പൈസ അവർ തന്നെ ശേഖരിച്ച് വെക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആ പൈസ അവർക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ ഒക്കെ ഇങ്ങനെ കുട്ടിയെ കൊടുത്താൽ അവർ മുട്ട വാങ്ങി തീർക്കുകയാണ് ചെയ്യുക. അത് വയറിന് കേടാണ്. ഇതിലൂടെ ആകുമ്പോൾ കളിയിലൂടെ തന്നെ കുട്ടികൾക്ക് സമ്പാദ്യശീലം വളരുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പൊ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.